തൃശൂർ ചേലക്കര കളപ്പാറ വാരിത്തൂന്ന് പ്രദേശത്ത് പദമഴ. വാരിത്തൂന്ന് പ്രദേശത്തേക്ക് കാട്ടുജോലകളിൽ നിന്ന് എത്തുന്ന വെള്ളത്തിലാണ് പദമഴ കണ്ടത്. ഈ പ്രദേശ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി UR പ്രദീപ് MLA അറിയിച്ചു. ഈ പദമഴയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എങ്ങനെയാണ് ഈ പദമഴ ഉണ്ടാകുന്നത് നമുക്കറിയില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചാലേ അറിയൂ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് പദമഴയുടെ കാര്യങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് ഈ പദമഴയെക്കുറിച്ചുള്ളൊരു പ്രതികരണം വന്നിട്ടുണ്ട്, അതാദ്യം കാണാം. ഇവിടെ ഈ വെള്ളച്ചാലിൽ കൂടെ കുറേ നേരമായിട്ട് ഇങ്ങനെ വെള്ളപ്പത ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളിവിടെ ആശങ്കയിലാണ്. കുറേ നേരമായിട്ട് ആളുകൾ പലരെയും വിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളും കുറച്ച് നേരമായി ഇവിടെ വന്നിട്ട് ഇത് വളരെ ആശങ്കയിലാണ്. ഈ ചാലിലുടനീളം ഈ വെളുത്ത പത ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അപ്പോൾ എന്തായിരുന്നാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയും പഞ്ചായത്തിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളം ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടി നടക്കണം. അപ്പോൾ എന്തായിരുന്നാലും അവർ ഭയപ്പെടേണ്ട എന്നുള്ള രീതിയാണ് നമുക്ക് വന്നേക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി പദമഴയുടെ കാര്യവുമായി നമുക്കൊപ്പം ചേരുന്നു. സൂരജ് സജി, എങ്ങനെയാണിത് ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത്? എന്തെങ്കിലും പ്രാഥമിക വിവരം നമുക്ക് ലഭിച്ചോ? തൃശ്ശൂരിൽ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. അതിനിടയിലാണ് ചേലക്കര ഭാഗത്ത് ഇത്തരത്തിൽ ഈ പദമഴ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചില വിദഗ്ധരുമായി സംസാരിച്ചിരുന്നു. അതിൽ രണ്ട് സാഹചര്യത്തിലാണ് ഈ പദമഴ രൂപപ്പെടുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വായുമലിനീകരണം ഉണ്ടാകുന്ന മേഖലകളിൽ ഇത് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പദമഴ പെയ്ത മേഖലയിൽ അത്തരത്തിലൊരു സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. അല്ലെങ്കിൽ ചില മരങ്ങളിൽ ഈ സോപ്പിന് സമാനമായ ഒരു ആസിഡ് രൂപപ്പെടും. അതേ തുടർന്ന് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഇലകളിൽ ഇത്തരത്തിൽ ഈ വെള്ളം വീഴുന്ന സമയത്ത് ഈ ആസിഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെ തുടർന്ന് ഈ പതയായി പിന്നീട് ഇത് പെയ്തിറങ്ങുകയാണ് ചെയ്യുക. ആ രൂപമാറ്റം പിന്നീട് ഈ ഭൂമിയിലേക്ക് വെള്ളം പതിക്കുകയും അതിനുശേഷം ഈ വെള്ളത്തുള്ളികൾ ചേർന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒഴുകുന്നയൊക്കെ സമയത്തും അല്ലെങ്കിൽ വലിയ രീതിയിൽ പതിക്കുന്ന സമയത്തും അതൊരു പതയായി, അതായത് ഫോം റെയിൻ എന്നാണ് ഇതിന് പറയുന്ന ഒരു ടേം, അത്തരത്തിൽ ഫോം റെയിൻ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. നേരത്തെയും തൃശ്ശൂർ ജില്ലയുടെ ചേർപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഈ ഫോം റെയിൻ രൂപപ്പെട്ടിരുന്നു. അത് ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഇത്തരത്തിലൊരു സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം തൃശ്ശൂർ ജില്ലയിൽ എവിടെയും തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചേലക്കരയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ചേലക്കര MLAയുമായിട്ടുള്ള UR പ്രദീപുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരോടക്കം ഈ മേഖലയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ MLA നമ്മളോട് അറിയിച്ചിട്ടുള്ള കാര്യം.